ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ CD DLX വണ്ടി. അതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഓയിൽ സിലിണ്ടർ ഹെഡിൽ കയറി കത്തിയിട്ട് അങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകാം. അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചു. ഞാൻ ഫസ്റ്റിലത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, വാൽവ് ചെറിയൊരു പ്രോബ്ലം, വാൽവ് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ സിലിണ്ടറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് പുതിയതാണോ തന്നെ സിലിണ്ടർ ബോർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗോഡ്സിൻ്റെ പിസ്റ്റണാണ് ഉപയോഗിച്ചാണ് കേട്ടോ. നമുക്കതിനകത്ത് ഈ വാൽവ് നമ്മൾ സീറ്റ് ചെയ്തെടുക്കാന്നുള്ളൊരു ധാരണയിലാണ് അയച്ചത് ലെയ്ത്തിലേക്ക് വിട്ടത്. പക്ഷേ അവിടെ ചെന്ന് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ ലീക്കേജ് ഉള്ളതുകൊണ്ട് ഈ വാൽവും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡും മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതല്ലാതെ കൊണ്ട് അത് 100% ഒരു ക്ലിയർ ആയിട്ട് വരുന്നില്ല. കാരണം കംപ്രഷൻ ലീക്കായി പോവാം. വാൽവിന് ചെറിയൊരു ലീക്കേജ് വന്നാലും ആ വഴി കംപ്രഷൻ ലീക്കേജ് വരും. ഭാവിയിൽ അത് ഓയിൽ കയറി ആ വാൽവിൻ്റെ ഗൈഡിൻ്റെ പ്ലേക്കടെ ഓയിൽ കയറി വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്കത് ചെയ്തേക്കുന്ന ഡേറ്റ് അടക്കം സിലിണ്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. കാരണം വെച്ചാൽ അത് 1 year വാറണ്ടി ലെയ്ത്തിലുണ്ട്. നമ്മൾ തന്നെ വാറണ്ടി അല്ല, ലെയ്ത്തിൽ തന്നെയാണ്. നമ്മൾ ഡേറ്റ് അവർ കറക്റ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. 1 വർഷം വരെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്തേക്കണം ഈ ചെയ്തിരിക്കുന്ന പാർട്സുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് റെഡിയായി കിട്ടും. നേരെ മറിച്ച് ക്രാങ്ക് ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് ഉണ്ട്. ഞാനത് പ്ലേ കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്താലും അത് റിജക്ഷൻ ആവും. അപ്പോൾ നേരെ മറിച്ച് നമുക്കിപ്പോൾ ബോർ ചെയ്തതിൻ്റെ അവിടെ ഓയിൽ കയറി കത്തി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ ചെയ്തു തരും. വർക്ക് അത് മാത്രം കേട്ടോ. നമുക്കത് ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഈ ക്രാങ്കിൻ്റെ ഷാഫ്റ്റ് കണക്ടർ റോഡ് പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു വാറണ്ടി നമുക്ക് തരാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. കാരണം എന്താ വെച്ചാൽ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ പോലും അങ്ങനെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഓൾറെഡി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് 5 വർക്കാണെങ്കിൽ നമ്മൾ 1 year കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, മാസ് മോട്ടോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ലെയ്ത്ത് വർക്കിന് ആ ലെയ്ത്ത് വർക്ക്ഷോപ്പുകാരാണ് തരുന്നത് കേട്ടോ. നമുക്ക് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്ന് അഴിക്കേണ്ടി വന്നാലോ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാറ്റേണ്ടി വന്നാലോ ലേബർ ചാർജ് ഒന്നും ഓൾറെഡി അതിനകത്ത് വരില്ല. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പാർട്സുകൾ അതിനകത്ത് റെഡിയാക്കി കിട്ടും. അതാണ് ലെയ്ത്ത് വാറണ്ടി വരുമ്പോഴുള്ള പ്രത്യേകത. മറ്റേന്ന് പറയുമ്പോൾ ഫുൾ എഞ്ചിൻ വർക്കാണെങ്കിലാണ് നമുക്ക് ഫുൾ വാറണ്ടി വരുള്ളൂ. ഇത് ഹാഫാണ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ലെയ്ത്ത് വർക്കിൻ്റെ ബില്ല് നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളൂ. അത് ഇവിടുന്ന് ഓൾറെഡി നമുക്ക് ബാക്കിയത്തെ ബില്ലാക്കി തന്നെ കൊടുത്തിട്ട് ആ ബില്ലും തരാം. ആ ബില്ല് കൃത്യമായിട്ട് സൂക്ഷിക്കാം. പിന്നെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഓയിൽ ചേഞ്ച് 3000 kilometer. ഞാനിപ്പോൾ ഒരല്പം ലെവൽ കുറവുണ്ടാകും, നമുക്ക് ടോപ്പ് ചെയ്ത് തരാം. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വന്നേക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമാണ്. എയർ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഫുൾ മോശമാണ്. അത് കൂടാതെ അതിൻ്റെ എയർ ഫിൽറ്റർ ഹോൾഡർ ഇത് നോക്കുമ്പോൾ അതിൻ്റെ ചെറിയ ഹോളുകളൊക്കെ തന്നെ തുരുമ്പിട്ടിട്ട് അടഞ്ഞിരിക്കും. അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ അത് കറക്റ്റ് എയർ ഫ്ലോ കിട്ടില്ല. അപ്പോൾ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററും ഹോൾഡറും എയർ ഫിൽറ്റർ 110 രൂപയാണ് എയർ ഫിൽറ്റർ വരാം. പിന്നെ ഹോൾഡർ 110 രൂപയാണ്. പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ്, സ്പാർക്ക് പ്ലഗ്, ഹെഡ് ഗ്യാസ്കറ്റ്, സിലിണ്ടർ ഗ്യാസ്കറ്റ് ഒക്കെയാണത്. ഇത്ര ഐറ്റംസ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ലെയ്ത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച അമൗണ്ടിനേക്കാൾ മുകളിലായി. ലെയ്ത്തിൽ നമ്മൾ ഏകദേശം ഒരു 1900 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. പക്ഷേ നമുക്ക് അവിടെ വന്നേക്കുന്നത് 2570 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. 2570 രൂപയായി. അപ്പോൾ അത്രയും എമൗണ്ടിൻ്റെ വേരിയേഷൻ ഏകദേശം ഒരു 670 രൂപയുടെ വ്യത്യാസം വാൽവും ഗൈഡും കൂടി മാറിയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമുക്ക് ആ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൽ ഒരു അല്പം ചെറിയ വേരിയേഷൻസ് വരും എന്തെങ്കിലും. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റിൻ്റെ കേസ് തപ്പിയിട്ട് ഒരു സ്ഥലത്ത് നിലവിലില്ല എന്നുള്ള കേസാണ് പറഞ്ഞത്. പഴയ മോഡലായതുകൊണ്ട് നമുക്കിപ്പോൾ മേടിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ആ പാർട്സ് നമുക്കൊന്നും ഫിറ്റിംഗ് ആവില്ല. അത് അതേപോലെ തന്നെ പാക്കറ്റ് പൊടിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അവർ തിരിച്ചെടുത്താൽ ക്യാഷ് തന്നോളൂ കേട്ടോ. ഞാനിത് അറേഞ്ച് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റിൻ്റെ കേസ് പഴയ മോഡൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്ത് വയ്ക്കാം, എപ്പോഴെങ്കിലും വരുമ്പോൾ വിളിക്കാം. അങ്ങനെ ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയി വിളിച്ചോളാം. കാർബറേറ്റർ അസംബ്ലി നമ്മളിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അഴിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അഴിച്ച് ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് എപ്പോഴും ആ കംപ്ലയിൻറ്റ് അങ്ങനെ നല്ലത്. പിന്നീട് അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ്ലിയാണ്. തൽക്കാലം അങ്ങനെ തന്നെ നിർത്താം. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നേരെ മറിച്ച് ബാക്കിത്തെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അഴിക്കേണ്ടി വന്നാൽ നമുക്ക് കഴിച്ച് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് സൈലൻസറിനകത്ത് ഫസ്റ്റ് ഓയിൽ ലെവൽ കുറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ സൈലൻസറിൽ ആ ഓയിൽ കത്തിയിട്ടുള്ള ചെറുതായിട്ട് അതിൻ്റെ അംശം ഉണ്ടാവും. അത് ചെറുതായിട്ട് കത്തി പോകണവരെ ചെറുതായിട്ടൊരു പുകയുടെ പ്രശ്നം കാണിക്കും കേട്ടോ. നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് മറ്റേ സൊല്യൂഷൻ അടിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇത് തകിട് ടൈപ്പാണ്. ഉള്ളിൽ നിന്ന് കയറി കഴിയുമ്പോഴത്തേക്കും തുരുമ്പിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിക്കുമ്പോഴത്തേക്കും അത് കത്തിപ്പൊക്കോളും. ഓക്കെ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ എന്നോ വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ.